എല്ലാരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. പെട്ടെന്നുള്ള യാത്രയായതിനാൽ ആരോടും ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാൻ സൽമാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാനൊരു ഹെൽത്തി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വെയിറ്റ് കുറച്ചിരിക്കുന്നത് എന്നൊക്കെ. ഞാൻ ഇതുപോലെ ഉള്ള ചെറിയ ചെറിയ ടിപ്സ് ഇടക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ സൽമാനും റിസ്വാനും ആണെങ്കിൽ ഇപ്പോൾ ഒരു ഓൺലൈൻ വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ തയ്യാറാക്കിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പറാട്ടയാണ്. അതിനുവേണ്ടി ഞാൻ ദേ ഇവിടെ 2 ബഞ്ച് പാലക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 ബഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ആവിയേറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ആവിയേറ്റി എടുക്കുമ്പോഴേക്ക് വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ ആവിയേറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പാലക്ക് ഞാൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാലക്കാണ്. അത് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ആവിയേറ്റി എടുക്കണം. ഇങ്ങനെ നമ്മൾ ആവിയേറ്റി എടുക്കണ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ അതിനുള്ളിൽ ആ ഒരു സത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ ഒരുപാട് നേരം നമ്മളിത് ആവി കയറ്റത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി കയറ്റത്തേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്കിത് ആവിയേറ്റി എടുക്കാനായിട്ട് ഒരു 2-3 മിനിറ്റ് എടുക്കാം. അപ്പൊ ഞാൻ ഇതിനിടയിൽ ഇതിന് പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റും പൊട്ടറ്റോയും ഗ്രീൻ പീസും പിന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. സാധാരണ കുറുമ ഉണ്ടാക്കും പോലെ തന്നെയാണ് നമ്മൾ ഇതും തയ്യാറാക്കുന്നത്. വെജിറ്റബിൾസ് വെന്ത് വരാറാകുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ പാലക്ക് ഇവിടെ ആവി കയറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇത് ഒന്ന് തണുത്ത ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അരച്ചെടുക്കുമ്പോഴേക്ക് ഞാൻ ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു പച്ചമുളകും ഒരു ചെറിയ ഒരു 3 പീസ് വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. അതും കൂട്ടി ചേർത്താണ് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ പാലക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ പാലക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാലക്ക് ആവിയേറ്റിയ ആ വെള്ളം ഉണ്ടല്ലോ. അടിയിൽ വെള്ളം വെച്ചിട്ടില്ലേ നമ്മൾ പാലക്കിന് ആവിയേറ്റിയത്. അപ്പൊ ആ വെള്ളമാണ് നമ്മളിത് അരച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ ഒരു പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് ഈ അരച്ചിരിക്കുന്ന പാലക്കിൻ്റെ പേസ്റ്റ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണ്ട, ഇതുപോലെ വേണം അരച്ചെടുക്കാനുള്ളത്. അപ്പം ഞാനിവിടെ അരച്ചെടുത്തത് ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല പൊടിയും 1 ടീസ്പൂണോളം ഗരം മസാല പൊടിയും പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് വേണ്ടത് ബേസൻ ഫ്ലോറാണേ, കടലമാവ് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് തയ്യാറാക്കണമെങ്കിൽ ഗോതമ്പ് മാവാണ്. ഞാനിവിടെ ആശീർവാദ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതാകുമ്പോൾ മൈദ ഒട്ടും ഇല്ല. നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഉള്ള ഫുഡ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും മൈദ ഒഴിവാക്കണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യം ഒരു 3 കപ്പോളം ഗോതമ്പ് മാവ് ഇതിലേക്ക് ഇട്ടിട്ട് കുഴച്ചു കൊടുത്ത് നോക്കും. ആവശ്യമാണെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മളിത് കുഴച്ച് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ എത്ര ഗോതമ്പ് മാവ് നമുക്കിതിലേക്ക് വേണം എന്നുള്ളത്.
ഓൾറെഡി നമ്മൾ ഇതിലേക്ക് ഉപ്പും ഗരം മസാല പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴച്ച് കൊടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കരുത്, കാരണം നമ്മൾ ഇത് അരച്ചെടുത്തപ്പോഴേക്ക് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല ശക്തമായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കണം അതേപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കണം, നമ്മളുടെ വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണമെങ്കിൽ. അപ്പം ഒട്ടും അരി ആഹാരം കഴിക്കാൻ പാടില്ല കേട്ടോ, ഒട്ടും കഴിക്കാൻ പാടില്ല. അരി ആഹാരം ശരീരത്തിലേക്ക് ചെല്ലാനേ പാടില്ല. ഇതിപ്പോൾ ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒട്ടും പുരട്ടുന്നില്ല കേട്ടോ. സാധാരണ ഞാൻ ഓയിലൊന്ന് ലാസ്റ്റ്, നിങ്ങൾ കണ്ടിട്ടില്ലേ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊന്നും തടവാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓയിലൊന്നും തടവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഹെൽത്ത് നോക്കുന്നെങ്കിൽ നിങ്ങൾ മൈദാമാവ് ഒഴിവാക്കുന്നത് പോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് മധുരം. മധുരം ഒട്ടും കഴിക്കരുത്. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, മധുരം കഴിക്കാണ്ടും അതുപോലെ മൈദാമാവ് ഒഴിവാക്കി നമ്മളുടെ ഗോതമ്പ് മാവിൽ എല്ലാം തയ്യാറാക്കി കഴിച്ചു നോക്ക്. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ആശീർവാദ് ആട്ട എടുക്കുമ്പോഴേക്ക് നല്ല ഗോതമ്പിന്റെ കളർ വരുമെന്ന്. ഇതിപ്പോൾ നമ്മൾ പാലക്ക് ഇതിലേക്ക് ചേർത്തത് കൊണ്ടാണ് ഈ ഒരു ഗ്രീൻ കളർ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 15 മുതൽ അരമണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കാം. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ അടച്ച് മാറ്റി വെക്കാണ്. ഈ സമയം കൊണ്ട് ഞാൻ ബാക്കി നമ്മളുടെ കറി തയ്യാറാക്കാൻ പോവാം. ഇപ്പോൾ അരപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു 10-12 കാഷ്നട്ട് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, അതായത് ഫെന്നൽ സീഡും കൂടി ഇട്ടിട്ട് ഇത് ഇത്രയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെന്തിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് കറക്റ്റ് ആ വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഒരു തള വരുമ്പോഴേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നത്. ഇതിൽ ഈ ഒരു കുറുമയിൽ ഞാൻ പൊട്ടറ്റോയാണ് കൂടുതൽ എടുത്തത് കേട്ടോ. പൊട്ടറ്റോ വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നമ്മളിത് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതായത് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ച് കൊടുക്കുക. കുഴച്ച് കൊടുത്ത ശേഷം സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് കുറച്ച് ഗോതമ്പ് മാവ് തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ പാൻ അടുപ്പത്തേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഞാൻ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഗോതമ്പ് മാവ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കീര വെച്ച് ചെയ്യാം, അതുപോലെ തന്നെ ബീട്രൂട്ട് കൊണ്ട് ചെയ്യാം, ക്യാരറ്റ് കൊണ്ട് ചെയ്യാം. കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ ഇതുപോലെ പച്ച ഇങ്ങനെ ഓരോ വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഓരോ കളർ കിട്ടുമല്ലോ. ക്യാരറ്റ് ആകുമ്പോൾ ഓറഞ്ച്, അങ്ങനെ പല കളറിലുള്ളത് കൊടുത്തു വിടുമ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനൊക്കെ. അപ്പം ഞാൻ ഇവിടെ മാവ് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പരത്തിയെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ചൂടായ പാനിലേക്ക് വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. പാൻ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. ചപ്പാത്തി എപ്പോഴും നമ്മൾ ചുട്ടെടുക്കുമ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്, ഒരുപാട് നേരം നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് അത് ചുട്ടെടുക്കാൻ നോക്കരുത്. അപ്പോൾ അത് ഹാർഡായി പോകും. വളരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ ഇട്ട ഉടൻ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മളുടെ ചപ്പാത്തി ഡാൻസ് കളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇങ്ങനെ കളിച്ച് കളിച്ച് അതങ്ങ് പൊങ്ങി വരും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ചപ്പാത്തിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കൂടുതൽ ഇട്ടിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹാർഡായി പോവും. അപ്പം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്.
അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള പാലക് പറാട്ടയും പൊട്ടറ്റോ കുറുമയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കുറുമയിൽ ഞാൻ താളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പലതരം വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പറാട്ട തയ്യാറാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ആശീർവാദ് ആട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇന്നൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നമ്മളങ്ങനെ ഒരു യാത്രയ്ക്ക് എല്ലാരും കൂടെ പോകുന്നു യാത്രയ്ക്ക്. പക്ഷെ അവിടുന്ന് ഒരാൾ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് വിചാരിക്കും എന്തേ ഇങ്ങനെ വരുത്. അതെ, കുറെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ യാത്ര അയക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് വീട്ടിലൊക്കെ നടത്തി. പക്ഷെ 2 പ്രാവശ്യവും ജസ്റ്റ് മിസ്സായി പോയി. മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് വരെ വന്നു അല്ലേ സൽമാൻ? ടിക്കറ്റ് വരെ വന്നതാണ്. ബഹറിനും സൗദിയും നന്നായി UAE കിടന്നു. അത് മാത്രമല്ല, അന്നത്തെ ആദ്യത്തെ പോയിരുന്നെങ്കിൽ പിന്നെ ലോക്ക്ഡൌൺ ഫുള്ളിലേക്ക് അവിടെ ആയിരിക്കുമായിരുന്നു. ആദ്യം നമ്മുടെ സൽമാൻ സൗദിക്കാണ് പോകാനിരുന്നത്. അപ്പോഴേക്ക് കഴിഞ്ഞ മാർച്ച് 11-ാം തീയതി പോകുന്നത് 9-ാം തീയതി എയർപോർട്ട് ഓഫ് ചെയ്ത കാരണം ക്യാൻസൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കാൻ ബഹറിലേക്ക് പോകാൻ നിന്നു. അതും ടിക്കറ്റ് എല്ലാം റെഡിയായി, എല്ലാം ഇത് ചെയ്തു. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അതും വേണ്ടെന്ന് വെച്ചു. അടുത്ത ഏതായാലും ഇപ്പൊ മണി 2:45 അല്ലെ, 2:45 3:20 ഫ്ലൈറ്റ് ആയിരുന്നു. ഇപ്പൊ 2 മണിക്കൂർ എഗെയിൻ ഡിലേ ആയി. അപ്പൊ 5:20 ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു. ഇപ്പൊ ഏകദേശം അമ്പലമുക്ക് കഴിഞ്ഞു. അപ്പൊ ബാക്കി നമുക്ക് എയർപോർട്ടിൽ പോയിട്ട്. പാസ്പോർട്ടൊക്കെ സൂക്ഷിക്കണേ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. നീ വെരി കെയർഫുൾ ആയിരിക്കണം. ഞാൻ പ്ലാനിങ് കയറിട്ട് 2015-14 ഞാൻ കോളേജ് 3rd ഇയറില്. പിന്നെ വന്നിട്ടില്ലേ? യുഎസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, കാണാം, വീണ്ടും കാണാം. ഹ്യൂമിഡിറ്റി കൂടി ഇവിടെ. ആരോ ഉള്ളി അരിയണം തോന്നുന്നു. പറഞ്ഞെല്ലാം മറന്നിട്ട് ഇനി നല്ല വൃത്തിയ എല്ലാം നല്ല രീതിയിൽ പേരും നമ്മളെ പേര് കളയാത്ത രീതിയിൽ എല്ലാം നല്ല ചാടി ഉള്ളി അരിയും. ജീവിതത്തിൽ നമുക്ക് യാത്രയപ്പ് അല്ലെങ്കിൽ വേർപിരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നൊരു ഘട്ടമാണ്. അപ്പം ഇതൊരു ജോലിക്കാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്നൊരു വേർപിരിയൽ വരുമ്പോൾ വല്ലാതൊരു വിഷമമാണ്. അപ്പം സൽമാനെ സംബന്ധിച്ച് അവന് 2 പ്രാവശ്യം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ടിക്കറ്റ് വരെ വന്നതാണ്. അവന് ലോക്ക്ഡൗൺ കാരണം പോകാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴേക്ക് സൽമാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇതും നമുക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ, അപ്പം എല്ലാം ആയിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞാൽ മതി എന്നുള്ളത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവനുണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരോടും യാത്ര ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കാത്തത്. എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക.